പ്രിയമുള്ള സമ്മതിദായകരെ, 2025 സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനു മുമ്പ് SIR നടന്നത് 2002 അതുകൊണ്ട് തന്നെ 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ SIR മുന്നോട്ട് പോകുന്നത്. 2025 ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ അതാത് ബൂത്തിൻ്റെ പരിധിയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും BLOമാർ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം നടത്തും. അത് ശരിയായി പൂരിപ്പിച്ച് നൽകിയാൽ മറ്റ് നടപടിക്രമങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പുതിയ വോട്ടർ പട്ടികകൾ നിങ്ങൾക്ക് ഇടം നേടുവാൻ സാധിക്കും. നിങ്ങൾ തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെങ്കിൽ ഹിയറിങ്ങിന് വിധേയമാകേണ്ടി വരികയും അതുപോലെ തന്നെ അധികൃതർ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ ഹാജരാക്കേണ്ടി വരികയും ചെയ്യുന്ന സങ്കീർണമായ പ്രക്രിയയിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫോറങ്ങൾ കൃത്യമായി തന്നെ പൂരിപ്പിച്ചു എന്ന് ഉറപ്പാക്കി അത് BLOയുടെ പക്കൽ ഏൽപ്പിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും ഈ പട്ടികയിൽ ചേരുവാൻ അവസരമുണ്ട്. അതിനായി ഫോറം 6 നൽകുന്ന അപേക്ഷയും അനുബന്ധ രേഖകളും BLOയെ ഏൽപ്പിച്ചാൽ മതിയാവുന്നതാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുള്ളത് ഈ അടുത്തു വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ഉള്ള വോട്ടർ പട്ടിക പുതുക്കലാണോ ഇപ്പോൾ നടക്കുന്നതെന്നൊരു സംശയമുണ്ട്. എന്നാൽ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ഇപ്പോൾ നടക്കുന്ന SIRന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള വിവരം ഏവരെയും അറിയിക്കുകയാണ്. താങ്ക് യു. ഈ SIRുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഈ കാണുന്ന ഫോട്ടോ 2025 ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിലെ ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളിൻ്റെ വിവരമാണ് തൊട്ട് പുറകിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ആ വോട്ടറുടെ പേരാണ്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വിവരങ്ങളുള്ള ആളുടെ ബാക്കി വിവരങ്ങളാണ് തൊട്ട് താഴെയുള്ള കോളങ്ങളിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ ജനനത്തീയതി ഇവിടെ എഴുതുക. താഴെ ആധാർ നമ്പർ, തുടർന്ന് മൊബൈൽ നമ്പർ, പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ മാതാവിൻ്റെ പേര്, ഇദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരാണ് എഴുതേണ്ടത്. മാതാവിൻ്റെ എപ്പിക് നമ്പർ. ഈ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പറാണ്. അത് നമുക്ക് ലഭ്യമാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അത് ബ്രാക്കറ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. താഴെ പങ്കാളിയുടെ പേര്. പങ്കാളി എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അത് ഉള്ളവർ മാത്രം എഴുതിയാൽ മതി. പങ്കാളിയുടെ എപ്പിക് നമ്പർ, ഇലക്ഷൻ ID കാർഡ് നമ്പർ, പങ്കാളി ലഭ്യമാണെങ്കിൽ മാത്രം ഇവിടെ എഴുതുക. ഇത്രയും വിവരങ്ങളാണ് ഈ ആളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മളിവിടെ പൂരിപ്പിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ പൂരിപ്പിക്കണം. ഒരു കോളം പോലും, ആവശ്യമുള്ള കോളങ്ങളെല്ലാം കൃത്യമായി പൂരിപ്പിക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി 2002 SIRൽ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളയാളാണെങ്കിൽ മാത്രം ഈ കോളം പൂരിപ്പിക്കുക. നമ്മൾ വിചാരിക്കുക ഇദ്ദേഹം 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോളം ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ പേരാണ് എഴുതേണ്ടത്. 2002 എന്ത് പേരാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആ പേര് ഇവിടെ എഴുതുക. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇലക്ഷൻ ID കാർഡ് നമ്പർ, എപ്പിക് നമ്പർ, ഇലക്ഷൻ ID കാർഡ് 2002 ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ID കാർഡ് നമ്പർ എഴുതുക. ആ കാർഡിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരുണ്ടാവും. പിതാവോ അല്ലെങ്കിൽ മാതാവോ ആരെങ്കിലും ഒക്കെ ആ കാർഡിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരുണ്ടാകും. ആ ബന്ധുവിൻ്റെ പേര് ഇവിടെ എഴുതുക. ആ ബന്ധുവുമായിട്ടുള്ള ബന്ധം, പിതാവാണെങ്കിൽ പിതാവ്, മാതാവാണെങ്കിൽ മാതാവ്, സഹോദരനാണെങ്കിൽ സഹോദരൻ. അപ്പോൾ ഈ ഫോട്ടോയിൽ ഈ പേരുകാരൻ ഈ ബന്ധുവിൻ്റെ പേരുള്ള ആളുമായിട്ടുള്ള ബന്ധം ഇവിടെ എഴുതുക. ജില്ല ഇവിടെ എഴുതുക. സംസ്ഥാനത്തിൻ്റെ പേര് ഇവിടെ എഴുതുക. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇവിടെ എഴുതുക. ഇവിടെ തൊടുപുഴയിലാണെങ്കിൽ തൊടുപുഴ എന്ന് എഴുതുക. മറ്റേതെങ്കിലും സ്ഥലത്താണ് 2002 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ വിവരങ്ങൾ ഇവിടെ എഴുതിയാൽ മതിയാവും. അന്നത്തെ ക്രമനമ്പർ, ഈ 2002 വോട്ടർ പട്ടികകളുടെ ക്രമനമ്പർ, ഭാഗം നമ്പർ എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പർ, അന്നത്തെ വോട്ട് ചെയ്ത ബൂത്ത് നമ്പർ, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ 2002 ഈ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത്രയും വിവരങ്ങൾ മുഴുവനായിട്ടും ഈ കോളത്തിൽ ചേർക്കണം. അപ്പോൾ 2002 ഇദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം മാത്രം പൂരിപ്പിച്ചാൽ മതിയാകും. ഈ വലത് സൈഡിലുള്ള കോളങ്ങൾ അദ്ദേഹത്തിന് ബാധകമല്ല, അദ്ദേഹം പൂരിപ്പിക്കേണ്ടതില്ല. ഇനി 2002
SIRൽ ഉൾപ്പെടാത്തയാളാണ് ഇദ്ദേഹമെങ്കിൽ, ഈ ഫോട്ടോയിൽ കാണുന്നയാളെങ്കിൽ ഈ ഇടതുവശത്തെ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല. അവർക്ക് പൂരിപ്പിക്കേണ്ടത് ഈ വലതുഭാഗത്തുള്ള ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത്. കാരണം ഇദ്ദേഹം SIRൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ 2002 SIRൽ ഉൾപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ബന്ധു, പിതാവോ മാതാവോ ജ്യേഷ്ഠനോ അനിയനോ ആരെങ്കിലുമൊക്കെ 2002 SIRൽ പങ്കെടുത്തിട്ടുണ്ടാകാം. ആ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ആ ബന്ധുവിൻ്റെ എപ്പിക് നമ്പർ, ഇലക്ഷൻ ID കാർഡ് നമ്പർ, ഈ ബന്ധുവിൻ്റെ ഇലക്ഷൻ ID കാർഡ് നമ്പർ താഴെ എഴുതുക. തുടർന്ന് വരുന്ന ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ആളിൻ്റെ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഈ ID കാർഡിൻ്റെ കാണും. ഇയാളുടെ ബന്ധുവിൻ്റെ പേര് എഴുതുക. ഇദ്ദേഹവും ഈ ബന്ധുവും തമ്മിലുള്ള ബന്ധമാണ് താഴത്തെ ഈ ബന്ധം എന്ന കോളത്തിൽ എഴുതേണ്ടത്. തുടർന്ന് ജില്ല നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, 2002 വോട്ടർ പട്ടികയിലെ ഈ പേരുകാരൻ്റെ ക്രമനമ്പർ, ഈ പേരുകാരൻ്റെ പാർട്ടി നമ്പർ, ഭാഗം നമ്പർ, ബൂത്ത് നമ്പർ, അതെല്ലാം ഒന്ന് തന്നെയാണ്. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. ഇത് നമ്മളിപ്പോൾ താമസിക്കുന്ന ബൂത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഭാരതത്തിൽ എവിടെയെങ്കിലും 2002 SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കോളങ്ങൾ പൂരിപ്പിക്കുക. ഒന്നുകൂടി ചുരുക്കി പറയാം, ഈ ഫോട്ടോയിൽ കാണുന്നയാൾ ഈ ഭാഗങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക. ഇദ്ദേഹം 2002 SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇടതുവശത്തുള്ള കോളങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക. വലതുവശത്തെ കോളങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല. ഇദ്ദേഹം SIRൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ, 2002 ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ ഇടതുവശത്തെ കോളങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല. വലതുവശത്തെ കോളങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ, അന്ന് SIRൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഇത് കൃത്യമായി പൂരിപ്പിച്ചില്ലെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് മറ്റ് സങ്കീർണതകളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ ഈ പറഞ്ഞ പോലെ കൃത്യമായി പൂരിപ്പിച്ച് ഒപ്പിട്ട് BLOവിനെ ഏൽപ്പിച്ചാൽ മറ്റ് നടപടികളൊന്നുമില്ല. അടുത്ത വരുന്ന കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടാകും. അതുകൊണ്ട് എല്ലാ സമ്മതിദായകരും ഈ 2025 SIRൽ വളരെ സൂക്ഷ്മതയോടെ പങ്കെടുത്തുകൊണ്ട് ഈ ഉദ്യമം വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.